അപ്പോൾ ഈ ഒരു കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം കാരമൽ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നല്ല ഡാർക്ക് കളറാക്കാൻ നിൽക്കണ്ട, അപ്പം പിന്നെ ആ ഒരു ടേസ്റ്റ് മാറും. അപ്പം ഈ ഒരു കളറായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളറ്. അപ്പം തന്നെ അതെടുത്ത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അടുപ്പ് ഓഫാക്കി ആ ടൈമിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ അത് ഹാർഡായി വരും. ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ കിട്ടില്ല. ഞാനിവിടെ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി 3 ചെറിയ പാത്രത്തിലാണ് ആക്കുന്നത്. അപ്പോൾ ഒരു വലിയ പാത്രത്തിലാക്കിയാലും മതി. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്കിതിൻ്റെ പുഡിംഗ് മിക്സ്ചർ ഉണ്ടാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 2 വലിയ മുട്ട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ മിൽക്ക് മെയ്ഡ് അഥവാ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നത് കൊണ്ടാണ് 3/4 കപ്പ് പാലെടുത്തത്. പഞ്ചസാര ചേർക്കുന്നതെങ്കിൽ 1 കപ്പ് പാൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ ഒരു 5-6 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ മൂടിയിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ കാരമലൈസ് ഒഴിച്ച് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഹാർഡായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്കാണ് പുഡിംഗ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഫുള്ള് ഒഴിച്ചു കൊടുക്കരുത്, കാരണം ഇത് ചൂടായി വരുമ്പം പൊങ്ങി വരും. അപ്പോൾ പിന്നെ പാത്രത്തിൻ്റെ പുറത്തേക്കൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കണം. ഞാനിവിടെ ഇഡ്ഡലി പാത്രം വെച്ചാണ് സ്റ്റീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ തട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇത് വെച്ച് സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് സ്റ്റീം ചെയ്യാറ് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതിനി ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വെച്ചാൽ നമ്മുടെ പുഡിംഗ് റെഡിയായി കിട്ടും. അപ്പോൾ ഇവിടെ എൻ്റെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ ഒരു സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇടാൻ പറ്റും. ഇത് ഞാനിവിടെ ചെറിയ പാത്രത്തിലായതുകൊണ്ടാണ് 10-15 മിനിറ്റ് വേവിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 25 മിനിറ്റ് എടുക്കുമായിരിക്കും. അപ്പോൾ അതൊന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കി ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക് യു.